SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തി. സർവകലാശാല ക്യാമ്പസിൽ നൂറുകണക്കിന് SFI പ്രവർത്തകരാണ് പ്രതിഷേധിക്കാനെത്തിയത്. കരിപ്പൂർ വിമാനത്താവളം മുതൽ സർവകലാശാല ക്യാമ്പസ് വരെയുള്ള വഴിയിൽ ഗവർണർക്ക് വലിയ സുരക്ഷയാണ് ഒരുക്കിയത്. സർവകലാശാല പ്രധാന കവാടത്തിൽ പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ആരിഫ് ഖാൻ കേരളത്തിനകത്ത് ക്യാമ്പസുകളെ കാവൽക്കരിക്കുന്നതിന് വേണ്ടി RSSനോട് പണയം വെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അവസാനത്തെ SFIക്കാരൻ അവശേഷിക്കും വരെ ഞങ്ങൾ സമരം തുടരും. അവസാനത്തെ SFIക്കാരനെ അടിച്ച് കൊലപ്പെടുത്തുന്നത് വരെ ഞങ്ങൾ ഞങ്ങളുടെ സമരം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകും. നേരത്തെ സർവകലാശാലയിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയും സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീയും പങ്കെടുത്തു. ഗവർണർ ഫാസിസം നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഗവർണർ സർവകലാശാലയ്ക്ക് പുറത്തു നിന്നാൽ മതിയെന്ന് SFI നേതാക്കൾ പറഞ്ഞു. ക്രിമിനലുകളെ വാടകയ്ക്കെടുത്ത് അയക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് ഗവർണർ തിരിച്ചടിച്ചു. ക്രിമിനലുകൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്നും പുറത്തു നടക്കുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും സർവകലാശാലയിൽ എത്തിയ ശേഷം ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു. തന്റെ വാഹനം തടഞ്ഞാൽ അവിടെ ഇറങ്ങുമെന്ന മുൻ നിലപാട് ഗവർണർ ആവർത്തിച്ചു. Anyone comes near my car, I will get down. I won't allow them to hit the car. If they want to hit me. I won't allow anybody to hit the car. That is government property. They have been hired by the chief minister. Whatever protest is there, it is sponsored by the chief minister personally. Why? He wants to divert attention. കൂടുതൽ വിവരങ്ങൾ അരുൺ പാറയ്ക്കൽ നൽകും. അരുൺ, ഗവർണർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ വലിയ സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടാകും. അക്ഷരാർത്ഥത്തിൽ അതൊരു സുരക്ഷാ കോട്ട, ഒരു പോലീസിന്റെ ഒരു കോട്ട എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഇനി പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ? മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, ഗവർണർ എനിക്ക് പുറകിൽ കാണുന്ന ഈ ഗസ്റ്റ് ഹൌസിൽ, സർവകലാശാലയ്ക്കകത്തെ ഈ ഗസ്റ്റ് ഹൌസിലാണ് ഇന്ന് രാത്രി താമസിക്കുന്നത്. എന്തായാലും വലിയ സുരക്ഷാ സന്നാഹം പോലീസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം SP H ശശിധരന്റെ നേതൃത്വത്തിലാണ് ഈ പോലീസ് സുരക്ഷ വിന്യസിച്ചിരിക്കുന്നത്. അതിനകത്ത് ഡിവൈഎസ്പിമാർ ഉൾപ്പെടെയുള്ളവർ അതിനകത്തുണ്ട്. ഗവർണർ താമസിക്കുന്ന ആ ഗസ്റ്റ് ഹൌസിനകത്തുണ്ട്. ഇപ്പോൾ പോലീസുകാരൊക്കെ തന്നെ അതിനകത്തേക്ക് സുരക്ഷ ഒരുക്കേണ്ട പോലീസുകാർ അതിനകത്തുണ്ട്. മറ്റുള്ള ആളുകൾ ഈ ക്യാമ്പസിൽ നിന്ന് പോയിട്ടുണ്ട്. എന്തായാലും സർവകലാശാലയ്ക്കകത്തും പുറത്തുമായി വലിയൊരു പോലീസ് സന്നാഹം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രതിഷേധിച്ച പ്രവർത്തകരെ ഉൾപ്പെടെ SFIയുടെ സംസ്ഥാന നേതൃത്വത്തെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എല്ലാവരെയും സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉൾപ്പെടെയുള്ള എല്ലാ SFIയുടെ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് നീക്കി. നൂറുകണക്കിന് പ്രവർത്തകരെ ഇവിടെ നിന്ന് കൊണ്ടോട്ടിയിലും അതുപോലെ തന്നെ ഈ അടുത്തുള്ള പോളിയിലും SP ഓഫീസിനടുത്തുള്ള സെന്ററുകളിലുമൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല പ്രവർത്തകരെയും വിട്ടയച്ചു എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇനി കൂടുതൽ രാത്രി സമയങ്ങളിൽ കൂടുതൽ പ്രതിഷേധം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. SFI സംസ്ഥാന നേതൃത്വം അറിയിച്ചത് പ്രകാരം ശക്തമായ പ്രതിഷേധമുണ്ടാകും, ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നാണ്. റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക്, പ്രതിഷേധത്തിലേക്ക് SFI കടന്നിരുന്നു. CPMന്റെ പ്രാദേശിക നേതാക്കന്മാരുൾപ്പെടെ അവിടെ എത്തി SFI പ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞത് റോഡ് ഉപരോധം കടുത്തൊരു നിലപാടിലേക്ക് SFI കടക്കേണ്ടതില്ല, താൽക്കാലികമായി ഉപരോധമൊക്കെ അവസാനിപ്പിക്കാം, ഇനി നാളെ മറ്റുള്ള തരത്തിലേക്ക് കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കാമെന്നാണ്. എന്തായാലും നാളെ ഗവർണർക്ക് ഒരു ചാൻസലർ എന്ന നിലയിൽ അവിടെ എന്തൊക്കെ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട്? ആ പരിപാടികളിലും ഈ പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ? വിജയകുമാർ, ഗവർണർക്ക് സർവകലാശാലയിൽ നാളെ മറ്റ് പരിപാടികളൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഒരു സ്വകാര്യ വിവാഹ ചടങ്ങിൽ കോഴിക്കോടാണ്. അദ്ദേഹം കോഴിക്കോട് ട്രേഡ് സെന്ററിലേക്ക് 11 മണിയോടുകൂടി സർവകലാശാലയിൽ നിന്ന് പുറത്തിറങ്ങും. അതിനുശേഷം 1:50 അദ്ദേഹം തിരിച്ച് ഈ സർവകലാശാലയിലേക്ക് എത്തുന്നത്. ഈ സമയത്ത് SFI ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നാണ്. പ്രത്യേകിച്ച് ഈ കരിങ്കൊടി പ്രതിഷേധം പോലുള്ളവ ഗവർണർ കോഴിക്കോട്ടേക്കുള്ള യാത്രക്കിടെയും കോഴിക്കോട് തിരിച്ച് ഈ സർവകലാശാലയിലേക്കുള്ള യാത്രയ്ക്കിടെയും ഈ പ്രതിഷേധം
പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. വിവിധയിടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാവുമെന്ന ഒരു അറിയിപ്പാണ് SFIയുടെ ജില്ലാ നേതൃത്വം, മലപ്പുറം, കോഴിക്കോട് ജില്ലാ നേതൃത്വങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പ്രതിഷേധം കടുക്കും എന്ന ഒരു നിലപാടിൽ തന്നെയാണുള്ളത്. ഗവർണർ ഈ പ്രതിഷേധങ്ങളെയൊക്കെ വകവെക്കാതെ ഈ സർവകലാശാലയ്ക്കുള്ളിൽ തന്നെ നിൽക്കുകയാണ്. തിങ്കളാഴ്ചയാണ് ഈ സർവകലാശാലയ്ക്കകത്ത് ഗവർണർക്ക് നിശ്ചയിച്ച പരിപാടിയുള്ളത്. ഈ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സനാതന ധർമ്മപീഠം ചെയറിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശ്രീനാരായണ ഗുരു ധർമ്മപ്രചാരകൻ എന്ന ഒരു സെമിനാറാണ് ഗവർണർക്കുള്ളത്. ആ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. എന്തായാലും ആ തിങ്കളാഴ്ച നടക്കുന്ന പരിപാടിയിലും ശക്തമായ പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ പരിപാടിയിൽ തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെയുള്ളവ ഉണ്ടാവാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത്. ശരി അരുൺ, എന്തായാലും ഗവർണർ ക്യാമ്പസിലുണ്ട്, അവിടെ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം താമസിക്കുന്നുണ്ട്. നാളെ ഗവർണർക്ക് പൊതുപരിപാടികളിൽ അദ്ദേഹം ചില സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റന്നാൾ ക്യാമ്പസിലെ ചില പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധത്തിന് സാധ്യതയുള്ളതുകൊണ്ട് വലിയ കരുതൽ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്.